നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈസ്റ്റർ ദിനത്തിലാണ് ബംഗളൂരു നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് 68കാരനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതക വാർത്ത പുറത്തുവന്നത്. അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതിനാൽ തന്നെ വളരെ വേഗത്തിലാണ് വീട്ടിൽ വെച്ച് കൊലപ്പെട്ട അദ്ദേഹത്തിന്റെ ഈ ഒരു വാർത്തയ്ക്ക് പിന്നിലുള്ള ദുരൂഹതകളും സംശയങ്ങളും ഉയർത്തിക്കൊണ്ടുള്ള പല ചോദ്യങ്ങളും റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ കർണാടക മുൻ DGP ആയിട്ടുള്ള ഓം പ്രകാശിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ഭാര്യ പല്ലവിയാണ് ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയതെന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. പക്ഷേ എന്തിനെ, അതുപോലെ തന്നെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. മുൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോഴത്തെ നിലവിലെ DGP, ACP തുടങ്ങിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഭാര്യ പല്ലവിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് DGPയുടെ ഭാര്യ പല്ലവി മൊഴി നൽകിയിരിക്കുന്നത്. തോക്ക് ചൂണ്ടി തന്നെയും മക്കളെയും കൊലപ്പെടുത്തുമെന്ന് ഓം പ്രകാശ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതോടെ സ്വയരക്ഷയ്ക്കായാണ് താൻ കൃത്യം നടത്തിയതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. സ്വത്ത് തർക്കമായിരുന്നു വിഷയം. ഇതിനിടയിൽ ഓം പ്രകാശ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തന്നെയും മക്കളെയും കൊല്ലുമെന്ന് പറഞ്ഞു. രക്ഷപ്പെടാൻ ഓം പ്രകാശിന്റെ ദേഹത്തേക്ക് മുളകുപൊടി വിതറിയിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ടും ഭീഷണി തുടർന്നതോടെ ഗത്യന്തരമില്ലാതെയായിരുന്നു അടുക്കളയിൽ നിന്ന് കറിക്കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്നാണ് കൊലപാതകം നടക്കുന്ന സമയത്ത് മകൾ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് പല്ലവി മൊഴി നൽകിയിരിക്കുന്നത്. ഇവർക്കൊരു മകൻ കൂടിയുണ്ട്. പക്ഷേ മകൻ സംഭവ സ്ഥലത്ത് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മകളും ഭാര്യയും ആ വീട്ടിലുണ്ടായിരുന്നു. ഇനി മകൾക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മകൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നോ? ഇനി ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ പോലീസ് ഉയർത്തുന്നുണ്ട്. സ്വത്ത് തർക്കമാണ് ഓം പ്രകാശിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഞായറാഴ്ച വൈകിട്ട് 4:30 പല്ലവി ഈ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം തന്റെ ഒരു കൂട്ടുകാരിയെ ഫോണിൽ വിളിച്ച് ഞാൻ ആ മോൺസ്റ്ററിനെ കൊന്നു, എനിക്കിനി സന്തോഷത്തോടെ കഴിയാമെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ കൂട്ടുകാരിക്കും ഒരു പക്ഷേ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അറിയാം എന്നുള്ളത് ഉറപ്പാണ്. പിന്നീടാണ് ഈ കൂട്ടുകാരിയെ വിളിച്ച് ഫോണിൽ ഇത്രയും മാത്രം പറഞ്ഞതിന് ശേഷം ഫോൺ വെച്ചതിന് ശേഷമാണ് 112 വിളിച്ച് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് തന്നെ ബംഗളൂരിലെ SHR ലേഔട്ടിൽ കർണാടക മുൻ DGP ഓം പ്രകാശിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ആ സമയത്താണ് 68കാരനായിട്ടുള്ള മുൻ DGP രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടത്. ആ സമയത്ത് ഭാര്യ പല്ലവിയും മകളും സ്ഥലത്തുണ്ടായിരുന്നു. ഏതായാലും സ്വത്ത് തർക്കത്തെ ചൊല്ലി പലപ്പോഴും വീട്ടിൽ കലഹം നടന്നിട്ടുണ്ടായിരുന്നു. പലവട്ടം പല്ലവി ഓം പ്രകാശിനെതിരെ പോലീസിൽ പരാതിയും പെട്ടിരുന്നു. തന്നെ വെടിവെച്ചു കൊല്ലുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ ആക്രമിച്ചുവെന്നാണ് അവർ ആരോപിക്കുന്നത്. തന്റെ വീടിന് പുറത്ത് തന്നെ നിയമ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധവും നടത്തിയിരുന്നു. തന്റെ മകനും സഹോദരങ്ങൾക്കുമാണ് വിവിധ സ്വത്തുക്കൾ ഓം പ്രകാശ് എഴുതി വെച്ചിരുന്നത്. ഇതിനെ ചൊല്ലിയാണ് ഭാര്യ പല്ലവിയുമായി വഴക്കു കൂടിയത്. ആ പകയിൽ 8 മുതൽ 10 തവണ വരെയാണ് നെഞ്ചിലും വയറ്റിലും കൈകളിലുമായി ഓം പ്രകാശിനെ ക്രൂരമായി കുത്തിയിരിക്കുന്നത്. ചോരവാർന്ന് 10 മിനിറ്റോളം ഹാളിൽ കിടന്ന് വേദനയിൽ പുളഞ്ഞ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഭാര്യയായിട്ടുള്ള പല്ലവി ഇത്തരത്തിൽ കൂട്ടുകാരിയെയും പിന്നീട് പോലീസിനെയും വിവരം അറിയിക്കുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരായ DGP ഡോക്ടർ അലോക് മോഹൻ, ADGPമാർ, സിറ്റി പോലീസ് കമ്മീഷണർ B ദയാനന്ദ തുടങ്ങിയവരൊക്കെ തന്നെ ഓം പ്രകാശിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം 4:30 കൂടിയിട്ടാണ് കോൾ വന്നതെന്നും ദൂരത്തായിരുന്ന മുൻ DGPയുടെ മകൻ വിളിച്ചാണ് പരാതി നൽകിയതെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ വികാസ് കുമാർ പറഞ്ഞിരിക്കുന്നത്. മൂർച്ചയേറിയ ആയുധമാണ് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിൽ മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഭാര്യയായിട്ടുള്ള പല്ലവിക്ക് ചില ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. അതും വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതോ മുൻ DGP ആയിട്ടുള്ള ഓം പ്രകാശിന്റെ മകൻ കാർത്തിക്കാണ്. അതായത് കാർത്തിക്കാണ് വിളിച്ച് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. കാർത്തിക് തന്നെയാണ് അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള മൊഴി കൂടി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. തന്റെ മാതാവ് വർഷങ്ങളായി സ്കീസ്ട്രോഫീനിയയ്ക്ക് ചികിത്സയിലായിരുന്നുവെന്ന വെളിപ്പെടുത്തലാണ് മകൻ നടത്തിയതായി ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി DGPയുടെ ഭാര്യയായ പല്ലവി മനോരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്നാണ് മകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതും ഈ ഒരു കേസിൽ ഏറെ നിർണായകമാകും. കാരണം ഭർത്താവ് ആക്രമിക്കാൻ വരുന്നു എന്നതും തോക്ക് ചൂണ്ടി എന്നതുമെല്ലാം മാതാവിന്റെ വെറും തോന്നൽ മാത്രമാണെന്നാണ് മകൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അമ്മ പറഞ്ഞിരിക്കുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. മാത്രവുമല്ല, ഓം പ്രകാശ് പലപ്പോഴായിട്ട് ഭാര്യയെ മർദ്ദിക്കാറുണ്ടായിരുന്നു. തനിക്കും മക്കൾക്കെതിരെ ഭീഷണി ഉയർത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള മൊഴിയാണ് മകൻ നൽകിയിരിക്കുന്നത്. അമ്മയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊലപാതകം നടത്തിയതെന്ന് മകൻ പറയുന്നത്.
പല്ലവി പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴിയും ഈ മകൻ നൽകിയിട്ടുള്ള മൊഴിയും രണ്ടും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസും സംശയത്തിലാണ്. ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് അടക്കം പരിശോധിച്ചു വരികയാണ്. 3 നില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലായിരുന്നു പോലീസ് വരുന്ന സമയത്ത് മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നത്. ഭാര്യയും ഈ പറയുന്ന വീട്ടിലുണ്ടായിരുന്ന മകളും വീടിന്റെ സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്നു. പോലീസ് വന്ന കഥകിൽ എത്ര തട്ടിയിട്ടും ആവശ്യപ്പെട്ടിട്ടും ആദ്യം ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷമാണ് പോലീസിനകത്തേക്ക് എത്താനായിട്ട് സാധിച്ചത്. ഈ സമയത്താണ് ഓംപ്രകാശ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 68-കാരനായ ഓംപ്രകാശ് ബീഹാറിലെ ചമ്പാരൻ സ്വദേശിയാണ്. കർണാടക കേഡർ 1981 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. 2015 മുതൽ സംസ്ഥാനത്തെ DG ആൻഡ് IGP ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2017 വിരമിച്ചു. 2015 മുതൽ 2017 വരെ കർണാടക പോലീസ് മേധാവിയായിരുന്നു ഇദ്ദേഹം. ബംഗളൂരു SHR ലേഔട്ടിൽ 3 നിലകളുള്ള വീട്ടിലാണ് ഓംപ്രകാശും ഭാര്യയും മകളും താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നതും. പോലീസ് മേധാവിയായി സ്ഥാനമേൽക്കുന്നതിന് മുൻപ് ഓംപ്രകാശ് ഫയർഫോഴ്സ് മേധാവിയുടേതുൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ തന്നെ വഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വത്ത് തർക്കമാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. പക്ഷേ ഈ പറയുന്ന പോലെ പല്ലവി നിലവിൽ പോലീസ് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നത് പോലെ സ്വയരക്ഷയ്ക്കായിട്ടാണോ അതോ ഗൂഢാലോചന നടത്തിയിട്ട് ഇത്തരത്തിൽ മകൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ഏതായാലും മകൻ ഈ സംഭവ സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മയും മകളും നടത്തിയിട്ടുള്ള സ്വത്തുകൾ ലഭിക്കാനുള്ള ഒരു നാടകമാണോ ഈ കൊലപാതകം എന്നുള്ള കാര്യങ്ങളടക്കം തന്നെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. 24 മണിക്കൂറാണ് പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ മകന്റെ ഭാഗത്തു നിന്നും കൊലപാതകം നടത്തിയിട്ടുള്ള പല്ലവിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നത്.